ഇത് ഫിഷ് അമിനോ ആസിഡാണ്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മത്തിയും ശർക്കരയും ഒരു ഒഴിഞ്ഞ ബോട്ടിലുമാണ്. 250 ഗ്രാം മത്തി എടുക്കുമ്പോൾ 250 ഗ്രാം ശർക്കര എടുക്കണം. മത്തി തലയാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ചീകി വെക്കാം. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ 500 ഗ്രാം മത്തി എടുക്കുന്നുണ്ടെങ്കിൽ 500 ഗ്രാം തന്നെ ശർക്കരയും എടുക്കണം. ഫിഷ് അമിനോ ആസിഡ് റെഡിയായി കിട്ടാൻ നമുക്ക് 3 മാസം എടുക്കും. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഗുണകരമാണ്. ഇത് നമുക്ക് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ചെടികളിൽ കീടനാശിനിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടുകയും ചെയ്യും. പിന്നീട് നമ്മൾ ചെയ്യുന്ന വളങ്ങളെല്ലാം ചെടി വേഗം വലിച്ചെടുക്കുകയും ചെയ്യും. അതുമൂലം പ്രതിരോധശേഷി വർദ്ധിക്കും. ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുള്ള ഗുണങ്ങൾ പൂക്കൊഴിച്ചിലുണ്ടാവുകയില്ല. തീരെ ചെറിയ ചെടികൾക്ക് ഒഴിക്കേണ്ടതില്ല. പൂവിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ മത്തിത്തലയോടൊപ്പം കുറച്ച് മത്തി കൂടി 3-4 മത്തി കൂടി ഇതിൽ കട്ട് ചെയ്തിടുന്നുണ്ട്. മത്തിയുടെ തല മാത്രം വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 250 ഗ്രാം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ബോട്ടിലിലേക്ക് മാറ്റാം. ഇത് തയ്യാറാക്കാൻ വേണ്ട ബോട്ടിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതിൽ വെള്ളം നനവ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ഉണക്കിയെടുത്ത ബോട്ടിലായിരിക്കണം. അതിൽ നമുക്ക് ആദ്യം അടിയിൽ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയർ ശർക്കര ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. വീണ്ടും ശർക്കര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മത്തി ഇട്ട് കൊടുക്കുക. അങ്ങനെ തീരുന്നത് വരെ ഇതിന് ഏറ്റവും മേലെയായി നമുക്ക് ബാക്കിയുള്ള ശർക്കര മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. ഇത് വെയിലടിക്കാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണേ. ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടി 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിയാണ് എടുക്കേണ്ടത്. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ മൂടിയെടുത്താൽ മതി അളവിന് വേണ്ടിയിട്ട്. ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2.5 മില്ലിയേ എടുക്കാവൂ. കൂടുതലായി കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞ് ചെടികൾ വാടിപ്പോവും. ഇത് എയർ ടൈറ്റായി മൂടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടൊന്ന് ഒരു കമ്പ് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. നനവില്ലാത്തൊരു കമ്പ് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം 10 ദിവസം കൂടുമ്പോൾ പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് 3 മാസം വേണം റെഡിയായി കിട്ടാൻ. ഇതിൻ്റെ മീതെ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് നമുക്ക് ടൈറ്റായി മൂടി വെക്കാം. ഇനി നമുക്ക് പച്ചക്കറി ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഇത് 5 മില്ലിയുടെ സ്പൂണാണ്. അതിൽ നിന്ന് 2.5 മില്ലി പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2.5 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമുക്ക് മുളക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരാം.